എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഒരു കൺസീലറിന്റെ വീഡിയോ ഇട്ടപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കൺസീലർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു അതൊന്ന് യൂസ് ചെയ്ത് കാണിക്കാമോ പ്രോപ്പറായിട്ട് എങ്ങനെയാണ്. അപ്പൊ നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ട്, കുറച്ചൊരു അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ട്, ഇവിടെയും കുറച്ചൊക്കെ ഒന്ന് വേണമെങ്കിൽ കൺസീൽ ചെയ്യാം. അതുപോലെ കുറച്ചൊരു ഈവൻ ടോൺ ആണെങ്കിലും ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൊണ്ട് ഒന്ന് അൺഈവൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാനത് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എൻ്റെ കയ്യിലുള്ളത് മാർസിന്റെ കവർ റേഞ്ചേഴ്സ് കൺസീലർ പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലർ പാലറ്റ് ആണ്. ഇതാണ് സാധനം, എല്ലാ ഷെയ്ഡ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്ക് സ്പോട്ട് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ എൻ്റെ ഡാർക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ എനിക്ക് പൊന്തിയിരിക്കുന്നില്ല, പുറത്തോട്ട് പോപ്പപ്പ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ആക്നിയോ പിമ്പിളോ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ഒരു എന്തെടുക്കാൻ വേണ്ടി പറ്റും, ഒരു കളറ് ചൂസ് ചെയ്തിട്ട്. കാരണം ഇപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ നോക്കുവാണ്, ഇത് എൻ്റെ കളറ് മാച്ച് ആവില്ല. അതുപോലെ ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് നോക്കുവാണ്, ഇതും അത്രയ്ക്ക് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. ഇനി ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ നോക്കുവാണ്, ഇത് വലിയ കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഡാർക്ക് സ്പോട്ട് ഉള്ളത് കണ്ടോ, ഡാർക്ക് സ്പോട്ട് മാറുന്നുണ്ടോ? ഇങ്ങനെ ഫുൾ ഡാർക്ക് സ്പോട്ടിനെ നമുക്ക് മായ്ക്കാം. പക്ഷെ ഇത് ആക്ച്വലി ഇതെന്റെ എക്സാക്ട് ഷെയ്ഡ് അല്ല. ഒരു ചെറിയ രീതിക്ക് എന്റെ മുഖം ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്ന് ഡിം ആയി പോയില്ലേ. അതായത് ഇത് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ സ്കിൻ ടോൺ അല്ലാത്ത കൊണ്ട് ഇത് കണ്ടോ, ഇപ്പൊ ഈ കളറാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ആദ്യം കുറച്ച് വൈറ്റ് ആയിട്ടിരിക്കും, പിന്നെ അത് വന്നിട്ട് കുറച്ചും ഇരുണ്ട് പോകും ഫേസ് ഫുള്ള്. ഇതിപ്പം കാണുമ്പോൾ കുറച്ച് ഡിം ആണെങ്കിലും നമ്മുടെ ഫേസിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഡിം ആക്കി കളയത്തില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്നത് ഈ ഷെയ്ഡാണ്. സെയിം ഷെയ്ഡ് തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടെയും കൂടെ ചെയ്യുവാണ്. അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് വേറെ കളറായി പോയില്ലേ, അതിന്റെ മുകളിലും കൂടെ ചെയ്യുവാണേ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ ഏതാണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഏരിയന് നമ്മൾ ഇതേ ഷെയ്ഡ് തന്നെ വെച്ച് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷെയ്ഡ് മാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുവാണേ. കുറച്ച് ലൈറ്റൻ ഷെയ്ഡാണ്, ഇത് വെച്ച് നമ്മൾ കൊടുക്കുവാണ്. ദെൻ നമ്മൾ എടുക്കുന്നത്, അതായത് ആദ്യം ഇതെടുക്കാതെ മറ്റേ ഷെയ്ഡ് തന്നെ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് പിന്നെ ഡാർക്കർ ടോൺ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.